അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പനിയാരമുണ്ട്. ഒരാൾ സ്കൂളിലോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ പറയും, അമ്മ എനിക്ക് ദോശമാവ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ലഡ്ഡു ഉണ്ടാക്കി തരണമെന്ന്. അപ്പോൾ അതാ കുറച്ച് ദോശമാവും ബാക്കിയുണ്ടായിരുന്നു. ശരി, ഇന്ന് അവനെ സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പനിയാരാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ പഡ്ഡു എന്ന് കൂടി പറയും കേട്ടോ. കർണാടകയിലെല്ലാം പഡ്ഡു എന്നാണേ പറയുക, തമിഴിലാണെങ്കിൽ പനിയാരം എന്ന് പറയും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചു. നമ്മൾ ഉഴുന്നാണ് പിന്നെ ഇട്ട് കൊടുത്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഞാനിന്ന് മസാല പനിയാരം പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ ദോശമാവിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാത്തിലും ഇപ്പോൾ ഒരുവിധം ക്യാരറ്റ് ചേർക്കാറുണ്ട് കേട്ടോ. എനിക്ക് എന്താണെങ്കിൽ ക്യാരറ്റ് കുറച്ച് വില കുറവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഫുള്ള് ക്യാരറ്റ് റെസിപ്പീസാണ്. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റിനെ കുറിച്ച് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി അങ്ങ് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു, അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഈ സമയത്ത് വല്ല മസാലാസൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല, കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം മസാലപ്പൊടികൾ എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മസാലാസൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ നന്നായി വഴറ്റിയെടുത്തു. അത്ര നന്നായി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ വെജിറ്റബിൾ അല്ലേ, അത്ര അങ്ങ് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് വാടി വന്നപ്പോൾ ഞാൻ ആ ചൂടോട് കൂടി തന്നെ നമ്മുടെ ദോശമാവിൽ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു. ചൂടോടെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് അതിലങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ മസാലയൊക്കെ ആക്കി വെച്ച നമ്മുടെ ദോശമാവിനെ കയ്യിൽ വെച്ചിട്ട് ഓരോരോ കുഴികളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതില്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ചീനച്ചട്ടിയിൽ എങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി, അപ്പോഴും നമുക്ക് കിട്ടും ഇതേപോലെ. പിന്നെ നമ്മൾ ഈ ഉണ്ണിയപ്പ ചട്ടിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ പിള്ളേർക്കൊക്കെ കുറച്ചും കൂടിയും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ അത് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനി ഇത് ആവുമ്പോൾ ജസ്റ്റ് മറ്റേ സൈഡ് കൂടി വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു പപ്പടക്കമ്പി വെച്ചിട്ടാണ് കേട്ടോ ഇതിന് തിരിച്ചും മറിച്ചൊക്കെ ഇടാറ്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ തെറിക്കുന്നുണ്ട്, കുറച്ച് എണ്ണ അധികമായിപ്പോയി. അപ്പോൾ ഇതാ ഞാനിങ്ങനെ പപ്പടക്കമ്പിയൊക്കെ വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് സൈഡ് നന്നായി അങ്ങ് വേവിച്ചെടുക്കുന്നുണ്ട്. വേഗം വെന്തൊക്കെ കിട്ടും, ദോശമാവ് തന്നെയല്ലേ, അപ്പോൾ അതുകൊണ്ട് വേഗം വെന്ത് കിട്ടും. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലാക്കി കൊടുക്കാം. പിന്നെ ഒരു ചട്നി ഇതിനുണ്ടാക്കാം കേട്ടോ. അപ്പോൾ അവൻ എപ്പോഴും പറയും നല്ല എരിവുള്ള ഒരു ചട്നി ഉണ്ടാവും അമ്മ ഫ്രണ്ട്സിൻ്റെ കൂടെ, ഫ്രണ്ട്സ് കൊണ്ടുവരുന്നത്. ഇവിടെ കുറേ കന്നഡ ഫ്രണ്ട്സ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അവന് ഭയങ്കര ഇഷ്ടമാണ് പഡ്ഡും ചമ്മന്തിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനും എന്താണെങ്കിലും ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കണില്ല കേട്ടോ. നമ്മൾ നോർമൽ ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ജസ്റ്റ് കാര ചട്നിയൊക്കെ പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പഡ്ഡു പനിയാരമൊക്കെ ഇതാ ഇങ്ങനെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള എല്ലാ മാവും എനിക്ക് 2 ട്രിപ്പ് ഉണ്ടാക്കാനുള്ള മാവാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാ 2 ട്രിപ്പ് ഞാൻ ഫുള്ളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഈ ചട്ടി നമ്മൾ പാലക്കാട് നിന്ന് മേടിച്ചിട്ട് വന്നതാണ്. അമ്മ മേടിച്ചതാണ് അവിടെ നിന്ന്. തേനൂർ പോയപ്പോൾ ഒരു പ്രാവശ്യം പാലക്കാട് പോയിട്ട് അങ്ങനെ അവിടെ നിന്ന് അമ്മ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചട്ടി എന്താണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അങ്ങനെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള പഡ്ഡു